തുള്ളി രക്തം വരെ ഈ സ്കൂളിന് വേണ്ടി ഒഴിക്കാൻ ഞങ്ങളെല്ലാവരും തയ്യാറാണ്. ഇപ്പോൾ പറഞ്ഞ അത്തരത്തിലൊരു നടപടി എന്ന നിലയിൽ എന്തെങ്കിലും MLA കോൺടാക്ട് ചെയ്യുകയോ മറ്റോ ചെയ്തിരുന്നോ? എന്താണ് അടുത്ത നടപടി? സംരക്ഷണ സമിതി പ്രവർത്തകരുടെ അടുത്ത നടപടി എന്താണ്? MLA ഇപ്പോൾ ഓൾറെഡി അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം ഒരു ചാനലിൽ പ്രസ്താവിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഇതുമായിട്ട് സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണത്തോടു കൂടി മുന്നോട്ട് പോകും. അതിന് യാതൊരു സംശയവുമില്ല. സ്കൂൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എങ്ങനെയെല്ലാം സാധിക്കും എന്നുള്ളത് നിയമത്തിൻ്റെ ചൂട്ടിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെയെല്ലാം സാധിക്കും എന്നുള്ളത് ഗവൺമെൻറ്റിനറിയാം. ഗവൺമെൻറ് ആ വിധത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയും മന്ത്രിസഭയും ആ വിധത്തിലുള്ളൊരു നടപടി എടുക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് അതിലുള്ളത്. കാരണം ഈ നാട്ടിനെ സംരക്ഷിക്കുക എന്നുള്ളത്, ഈ നാട്ടിനെ സംരക്ഷിക്കേണ്ട ഗവൺമെൻറ് മുന്നിലുണ്ടാകും, തലപ്പത്തുണ്ടാകും എന്നുള്ളതിന് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഇപ്പോഴത്തെ സർക്കാരിൽ പ്രതീക്ഷ അർപ്പിച്ച് മലാപ്പറമ്പ് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ആ പ്രദേശത്തെ നാട്ടുകാരും ഒക്കെ ഇരിക്കുന്നു എന്നതുകൂടിയാണ് ആ മലാപ്പറമ്പിൽ നിന്നുള്ള അധ്യാപകൻ്റെ ലൈവായുള്ള പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായും വളരെ ഗുരുതരമായ വിദ്യാഭ്യാസ പ്രശ്നം തന്നെയാണ് കേരളം അഭിമുഖീകരിക്കുന്നത്. 1400ഓളം വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലുണ്ട് എന്ന് തന്നെയാണ് വിവരങ്ങൾ ആധികാരികമായി പുറത്തെത്തുന്നത്. 26ഓളം സ്കൂളുകൾ അടിയന്തരമായി അടച്ചുപൂട്ടണം എന്നാവശ്യപ്പെട്ട് ഇതിനകം തന്നെ മാനേജ്മെൻറ്റുകൾ കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിലൊക്കെ കേരളത്തിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിവിധ വിദ്യാർത്ഥികളുടെ ഭാവിയെ തുലാസിലാക്കി ഇത്തരത്തിൽ അടച്ചുപൂട്ടൽ ഭീഷണിയിലേക്ക് പോകും എന്ന ആശങ്ക നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടാനുള്ള മാനേജ്മെൻറ്റിന് അനുകൂലമായ വിധി സുപ്രീം കോടതിയിൽ നിന്നും എത്തുന്നത്. ഇപ്പോൾ നിലവിലുള്ള സർക്കാർ നൽകിയ പരാതി അല്ലെങ്കിൽ ഹർജി തള്ളിക്കൊണ്ട് ആണ് ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന ആ ഹർജി തള്ളിക്കൊണ്ടാണ്, സംസ്ഥാന സർക്കാരിൻ്റെ ഹർജി തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി എത്തിയിരിക്കുന്നത് എന്നത് ഗുരുതരമായും ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത് തന്നെയാണ്. ഒരു പക്ഷേ വിനീഷയിലേക്ക് തന്നെ ഒരിക്കൽ കൂടി പോയാൽ, വിനീഷ, ആ പ്രദേശത്ത് ഉള്ളവർ എന്താണ് പറയുന്നത്? കോടതി അലക്ഷ്യമാകും അത് നടപ്പാക്കാൻ വിമുഖത കാട്ടിയാൽ എന്ന് സുപ്രീം കോടതി എടുത്തു പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ തവണ നമുക്കറിയാം ഇത്തരത്തിൽ ഉള്ള ഉദ്യോഗസ്ഥരെ തടഞ്ഞതും പോലീസ് ഇടപെട്ടതും വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയതും. പക്ഷേ അത്തരം പ്രതിഷേധങ്ങളൊക്കെ അസ്ഥാനത്താകുന്ന ഒരു പരാമർശം കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടാകുന്നു. എന്താണ് അവർ കരുതുന്നത്? എന്താണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് അവർ പറയുന്നത്? അജിംഷാദ്, വിധിയിൽ തീർച്ചയായും ഒരു ഞെട്ടൽ തന്നെയാണ് സ്കൂൾ സംരക്ഷണ സമിതി പ്രവർത്തകർക്കും നാട്ടുകാർക്കും ഉണ്ടായിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും പ്രതികൂലമായി ഒരു വിധി വന്നതോടുകൂടി ഇനി എന്ത് എന്നൊരു ആശ്ചര്യചിഹ്നം തന്നെയാണ് സംരക്ഷണ സമിതി പ്രവർത്തകരുടെ മുൻപിലുള്ളത്. എന്നാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തങ്ങൾക്ക് നീതി കിട്ടുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും സ്കൂൾ സംരക്ഷണ സമിതി പ്രവർത്തകരുള്ളത്. ഇത്തരത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി കൂടിയാലോചിച്ച് നിയമപരിരക്ഷ ലഭ്യമാക്കുക എന്നൊരു നടപടിയിലേക്കാണ് സ്കൂൾ സംരക്ഷണ സമിതി പ്രവർത്തകർ കടക്കുന്നത്. ഇതൊന്നും അറിയാതെ ഇപ്പോഴും മലാപ്പറമ്പ് സ്കൂളിൽ കുട്ടികൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ സ്കൂൾ അടച്ചുപൂട്ടാനുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് അറിയാതെ തന്നെ വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. തീർത്തും ദാരുണമായ ഒരു അവസ്ഥ എന്ന് തന്നെയാണ് സ്കൂൾ സംരക്ഷണ സമിതി പ്രവർത്തകർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം ഇതിലും കുട്ടികൾ കുറവുള്ള ഏകദേശം 58 കുട്ടികളോളാണ് ഇപ്പോൾ ഈ അധ്യയന വർഷം ഇവിടെ മലാപ്പറമ്പ് AUP സ്കൂളിൽ വിദ്യാഭ്യാസം നടത്തുന്നത്. 10ഉം 15ൽ താഴെയുമുള്ള വിദ്യാർത്ഥികൾ ഉള്ള സ്കൂളുകളും കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇപ്പോൾ അധ്യയനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ആദായകരമല്ല എന്ന് കാണിച്ച് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുമ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നായാലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നായാലും തങ്ങൾക്ക് പ്രതികൂലമായി ഒരു നടപടി വരുന്നു എന്ന വലിയ ഒരു വിഷമത്തിൽ തന്നെയാണ് സ്കൂൾ സംരക്ഷണ സമിതി പ്രവർത്തകർ. സർക്കാരുമായി ബന്ധപ്പെട്ട് ഇനി എന്ത് കൂടുതൽ നടപടി ഈ സ്കൂളിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ, സ്കൂൾ നിലനിർത്താനുള്ള എന്ത് നടപടികൾ സ്വീകരിക്കാനാകുമെന്ന നടപടിയിലേക്ക് കടക്കുകയാണ്. അങ്ങനെ ഒരു കൂടിയാലോചന സ്കൂൾ സംരക്ഷണ സമിതി പ്രവർത്തകരുടെ യോഗം അടിയന്തരമായി വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ ഒരു യോഗത്തിൽ കൂടി ആലോചിച്ച ശേഷം കൂടുതൽ നടപടിയിലേക്ക് കടക്കാനാണ് സ്കൂൾ സംരക്ഷണ സമിതി പ്രവർത്തകരുടെ തീരുമാനം. തീർച്ചയായും വിനീഷ ഇപ്പോൾ പറഞ്ഞത് വേദനാജനകമായ കാര്യമാണ്. അവരുടെ കുഞ്ഞുടുപ്പുകൾ അല്ലെങ്കിൽ അവർ എഴുതുന്നു, ഇത്തരത്തിൽ അവരുടെ പുസ്തകങ്ങളൊക്കെ കാണും. അവരിതൊന്നും അറിയാതെ കുരുന്നുകൾ പഠിക്കുകയാണ്. മറ്റന്നാൾ അവരെ ഇറക്കിവിടും. അവരുടെ പുസ്തകത്തിന് അവരുടെ അക്ഷരങ്ങൾക്ക് മുകളിലൂടെ ബുൾഡോസറോടും. തീർച്ചയായും വേദനാജനകമായ ദൃശ്യം തന്നെയാണ് ഇപ്പോൾ കാണിച്ചത്. ഒരുപക്ഷെ വിനീഷ,
ആ കുട്ടികൾ ഇതൊന്നും അറിയുന്നില്ല. ഇത്തരത്തിൽ അവരുടെ സ്കൂളുകൾ, അവരുടെ വിദ്യാലയം അടച്ചു പൂട്ടാനുള്ള ഒരു തീരുമാനവും എത്തി എന്നുള്ള വിവരം, മറ്റന്നാൾ അവർക്ക് പഠിക്കാൻ സ്കൂളില്ല എന്ന കാര്യം അവരറിഞ്ഞിട്ടില്ല. വിനീഷ, തീർച്ചയായും വിദ്യാർത്ഥികൾ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല തങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്കൂൾ നാളെ മറ്റന്നാൾ അടച്ചുപൂട്ടുകയാണ് എന്നുള്ള ഒരു വിവരം ഇപ്പോഴും ഈ വിദ്യാർത്ഥികൾക്കറിയില്ല. ഇതൊന്നും അറിയാതെ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഉത്തരവിറങ്ങുന്നതോടുകൂടി, ഹൈക്കോടതി ഉത്തരവിറങ്ങി എയുടെ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള ഒരു സമയം മാത്രമേ ഈ വിദ്യാർത്ഥികൾക്ക് ഇനി ഈ സ്കൂളിലുണ്ടാകൂ. എന്നിരുന്നാൽ കൂടി സംരക്ഷണ സമിതി പ്രവർത്തകരിൽ തന്നെയായിരിക്കും ഇവരുടെ ഒരു അഭയ കേന്ദ്രവും. സംരക്ഷണ സമിതി പ്രവർത്തകർ എന്ത് നടപടി സ്വീകരിക്കുന്നു, ആ ഒരു നടപടി സർക്കാർ എങ്ങനെ പ്രാവർത്തികമാക്കുന്നു, സ്കൂളിൻ്റെ പ്രവർത്തനത്തെ നിലനിർത്താനായി സർക്കാർ എന്ത് രീതിയിലുള്ള നടപടിയാണ് ഇനി നടത്തുക എന്നുള്ള ഒരു ഇതിലേക്കാണ് അവർ ഹിന്ദി പഠിക്കുന്നു. ഒരുപക്ഷെ വളരെ പ്രതീകാത്മകമായി തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒരുപക്ഷെ കേരളം മുഴുവൻ ആഗ്രഹിക്കുകയും ആശിക്കുകയും ഒക്കെ ചെയ്ത മലാപ്പറമ്പ് സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികൂല വിധിയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് എത്തിയിരിക്കുന്നത്. അധ്യാപകർ, രക്ഷകർത്താക്കൾ ഒക്കെ, വിദ്യാർത്ഥികളൊക്കെ തീർച്ചയായും മലാപ്പറമ്പ് സ്കൂൾ മറ്റന്നാൾ അടച്ചുപൂട്ടാൻ പോകുന്ന, അല്ലെങ്കിൽ കോടതിയുടെ ഉത്തരവ് എത്തിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഹർജി കൂടി തള്ളിയിരിക്കുകയും ഹൈക്കോടതിയുടെ വിധിയുടെ സ്റ്റേ വരുത്തണം എന്ന സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം കൂടി അപ്രസക്തമാക്കിക്കൊണ്ടുള്ള വിധി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് എത്തിയ ഘട്ടത്തിൽ കൂടിയാണ് മലാപ്പറമ്പ് സ്കൂളിലൂടെ ഞങ്ങളുടെ ക്യാമറ ഓടുന്നത്. നാളെ അടച്ചുപൂട്ടാൻ പോകുന്ന സ്കൂളുകളാണ്. പൂട്ടാൻ പോകുന്ന സ്കൂളുകളിൽ ഇതൊന്നും അറിയാതെ അവരുടെ വിദ്യാലയങ്ങൾ പുരോഗമിക്കുകയാണ്. മലാപ്പറമ്പ് സ്കൂളിൽ വിദ്യാർത്ഥികൾ, കുരുന്നുകൾ ഒക്കെ അവരുടെ അക്ഷരങ്ങൾ പഠിക്കുന്നു. നാം കണ്ട ക്ലാസ് മുറികൾ ഒരുപക്ഷെ ഇതൊക്കെ നാളെ പൂട്ടും. അവിടെ ബുൾഡോസറുകളോടും അവരുടെ പുസ്തകങ്ങളൊക്കെയും അപ്രസക്തമാകും. ഇതൊന്നും അറിയാതെ കുരുന്നുകൾ അവിടെ പഠിക്കുകയാണ്. അവരുടെ വിദ്യാലയം, അവർ പഠിക്കുന്ന വിദ്യാലയം നാളെ പൂട്ടാൻ പോകുന്നു, മറ്റന്നാൾ പൂട്ടാൻ പോകുന്നു എന്ന വിധി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് എത്തിയിരിക്കുന്നു എന്നറിയാതെയാണ് കുരുന്നുകൾ ആ വിദ്യാലയത്തിൽ പഠിക്കുന്നത്. ഇപ്പോൾ ഇരിക്കുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായും വിനീഷ, വേദനാജനകമായ ഒരു കാഴ്ച കൂടിയാണ്. വിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന, അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന മലയാളിക്ക് കൂടി ഇത് വേദനയാകുന്നു. ഇത് മലാപ്പറമ്പിൻ്റെ അതിരുകൾക്കപ്പുറത്തേക്കാണ്. വിനീഷ, തീർച്ചയായും അജിംഷാദ്, ഏകദേശം 58 കുട്ടികളാണ് ഈ അധ്യയന വർഷം മലാപ്പറമ്പ് AUP സ്കൂളിലുള്ളത്. കഴിഞ്ഞ വർഷം 60ഓളം കുട്ടികൾ ഈ സമരങ്ങളൊക്കെ തീക്ഷ്ണമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഏകദേശം 60 കുട്ടികൾ കഴിഞ്ഞ വർഷം ഇവിടെ അധ്യയനം നടത്തിയിരുന്നു. അതിനാൽ തന്നെ ഇത്തരത്തിൽ ലാഭകരമല്ല എന്നൊരു വസ്തുത മാനേജ്മെൻറ്റ് കോടതിയുടെ മുൻപിൽ വയ്ക്കുന്ന ലാഭകരമല്ല എന്നൊരു വസ്തുത തള്ളിക്കളയുന്ന വിധത്തിലുള്ള ഒരു വിദ്യാർത്ഥികളുടെ സംഖ്യയാണ് ഈ അധ്യയന വർഷവും കാണാൻ. ഏകദേശം 15 കുട്ടികളോളം ഈ വർഷം 1-ാം ക്ലാസ്സിലേക്കും 5-ാം ക്ലാസ്സിലേക്കുമായി ഈ സ്കൂളിൽ പ്രവേശനം നേടിയിട്ടുണ്ട്. ഇതിലും ലാഭകരമല്ലാതെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളില്ലാതെ പ്രവർത്തിക്കുന്ന നിരവധി സ്കൂളുകൾ കോഴിക്കോട് ജില്ലയിൽ തന്നെയുണ്ട്. എന്നിരിക്കെ എന്തുകൊണ്ട് മലാപ്പറമ്പ് AUP സ്കൂളിന് മാത്രം ഇത്തരത്തിൽ ഒരു വിധി എന്നാണ് സംരക്ഷണ സമിതി പ്രവർത്തകർ ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം. തീർച്ചയായും വിനിഷ, സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രം ഇടപെടുന്നു. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടും. സുപ്രീം കോടതിയിൽ നിന്നും വിധിയെത്തിയിരിക്കുന്നു. ജീവജലം നൽകാനുള്ള സർക്കാരിൻ്റെ അവസാനത്തെ ഇടപെടലുകളും നിഷ്ഫലമായിരിക്കുന്നു. സർക്കാരിൻ്റെ ഹർജി തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതി ഹൈക്കോടതി ഉത്തരവിനെ ശരിവെച്ചത്. മറ്റന്നാൾ മുതൽ മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടും.